ഈ ടർബോയുടെ ട്രailer-ഉം അതിന്റെ ബസ്സും കണ്ടിട്ട് ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു പടം റിലീസ് ആവുന്നുണ്ടെന്ന് പോലും അറിഞ്ഞില്ല. ആ ട്രailer പോലും അത്ര എനിക്ക് സജഷനായിട്ട് വന്നില്ല. ഞാൻ അറിഞ്ഞേ ഇല്ലായിരുന്നു. പക്ഷേ ആ സിനിമ കാണാൻ പല കാരണങ്ങളുണ്ട്. ജിസ് ജോയ്, നന്മമരമായ ജിസ് ജോയുടെ പടമാണ്. പുള്ളിയുടെ കംഫർട്ട് സോണ് പുള്ളി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആ ട്രailer-ൽ തന്നെ വളരെ എവിഡന്റ് ആണ്. അതൊരു കാരണമാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ അറിയാത്തത്. ജിസ് ജോയുടെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറെയാണ്. സൺഡേ ഹോളിഡേ അതുപോലെ. വേറൊരു കാര്യം, നമ്മുടെ ബിജു മേനോനും ആസിഫ് അലിയുടെ കോമ്പിനേഷൻ, അതൊരു സ്വീറ്റ് കോമ്പിനേഷൻ ആണ്. ഓർഡിനറി, പിന്നെ അനുരാഗ കരിക്കിൻ വെള്ളം, അതിലൊക്കെ നല്ല ഒരു കോമ്പിനേഷൻ ആണ്. പിന്നെ ഇവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പോലീസാന്ന് തോന്നുന്നു. ആ ട്രailer-ലും എനിക്ക് ഒരു ഭയങ്കര പോലീസ് ഫീലിംഗ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നിയായിരുന്നു. ആസിഫ് അലിയും രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടും പോലീസ് സിനിമകൾ നല്ലത് ചെയ്തു. അടിപൊളി മീശയാണ് രണ്ടുപേരും. പിന്നെ വേറൊരു കാര്യം, ബിജു മേനോന് ഇതൊരു കേക്ക് വാക്കാണ്. പുള്ളിക്കാരൻ ചെയ്യാത്ത ഇതിലും രണ്ടുപേർക്കും എക്സ്പീരിയൻസ് അത്രയുണ്ട്. അതല്ല, ഇവര് പോലീസ് വേഷങ്ങൾ എന്തോരാണ് ചെയ്തത് അല്ലേ, ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. സോ ജിസ് ജോയ് പുള്ളിക്കാരന്റെ കംഫർട്ട് സോൺ പുള്ളി ബ്രേക്ക് ചെയ്താലും ഒറ്റ കംഫർട്ട് പുള്ളി വിട്ടില്ല. ഈ രണ്ട് ആക്ടേഴ്സിന്റെ കംഫർട്ട്. അതെ, മെയിൻലി ആസിഫ് അലി. ആസിഫ് അലിയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ 90% പടങ്ങൾ ചെയ്തത്. ഇപ്പൊ എല്ലാരും ഇതിന്റെ റിവ്യൂ ഇട്ടിട്ടില്ല. സോ എങ്ങനെയാണ് സ്കോറുകൾ, ആരാണ് ബെസ്റ്റ്? സോ യൂഷ്വലി നമ്മുടെ പഴയ വീഡിയോകളിൽ കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ റേറ്റ് ചെയ്യുന്നത് അശ്വിൻ കോക്ക്, ഷിസാം, ഉണ്ണി വ്ളോഗ്സ്, എന്റർടൈൻമെന്റ് കിഴി, പിന്നെ തമിഴിൽ നമ്മൾ തമിഴ് ടോക്കീസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, പുള്ളീനെ എടുക്കാറുണ്ട്. പിന്നെ JBI TV, റീലോഡ് മീഡിയ, ഇവരാണ് എപ്പോഴും പെട്ടെന്ന് വീഡിയോ ഇടുന്നതും. പിന്നെ യൂഷ്വലി ഇവരുടെ വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത്. നമ്മൾ ഇതിൽ ചില 4-5 പേരെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്, അവർ വീഡിയോ ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ വീഡിയോസ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് അൽഗോരിതം റൺ ചെയ്യാൻ പറ്റിയില്ല. സ്കോറിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് ഒന്ന് പെട്ടെന്ന്. ഈ സ്കോർ ഒന്നും ഈ റിവ്യൂസ് കൊടുക്കുന്നതല്ല, നമ്മൾ AI അൽഗോരിതത്തിൽ കൂടി ഇവരുടെ വീഡിയോ ഇടുമ്പോൾ വരുന്ന സ്കോറാണ്. ഇവര് പറയുന്ന പോസിറ്റീവും നെഗറ്റീവും വെച്ചിട്ട് ഈ സ്കോർ, അതിനെയാണ് നമ്മൾ പറയുന്നത് സെന്റിമെന്റ് അനാലിസിസ്. അത് ബേസിക്കലി ഇവരുടെ വീഡിയോസ് എല്ലാം എടുത്ത് അതിൽ ടെക്സ്റ്റ് എല്ലാം ഇംഗ്ലീഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളൊരു AI അൽഗോരിതം വഴി റൺ ചെയ്ത് അവർ പറയുന്ന പോസിറ്റീവും നെഗറ്റീവും ന്യൂട്രൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് സ്കോർ ആഡ് ആവുകയും നെഗറ്റീവ് പറയുമ്പോൾ സ്കോർ ഡിഡക്റ്റ് ആവുകയും. അതെ, അതുകൊണ്ട് ഇതിനെ അവർ എൻഡോസ് ചെയ്യുന്നില്ല. അതെ, ജസ്റ്റ് ടു റീഇറ്ററേറ്റ്. സ്കോറിംഗിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. എപ്പോഴും പോലെ ഏറ്റവും കൂടുതൽ സ്കോർ കൊടുത്തത് ആരാണ് ഇപ്രാവശ്യം? ഒരു അത്ഭുതം, അശ്വിൻ കോക്കാണ് ഏറ്റവും കൂടുതൽ സ്കോർ കൊടുത്തത്. ആണോ? അശ്വിൻ കോക്കിന്റെ സ്കോർ 176 ആണ്. അശ്വിൻ കോക്ക് കൊടുക്കുന്നതല്ല, AI കൊടുക്കുന്നതാണ്. എന്നാലും അശ്വിൻ കോക്ക് കൊടുക്കുന്നതായിട്ട് ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. വളരെ ഇഷ്ടമുണ്ട്. വെൽ റിട്ടൺ സ്ക്രീൻ പ്ലേ എന്നാണ് പുള്ളി പറഞ്ഞത്. ആണല്ലേ? അതെ, പുള്ളിക്ക് പെർഫോമൻസ് എല്ലാ രീതിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാ കാര്യങ്ങളും പുള്ളി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് 176. 200 കൊടുക്കാൻ പറ്റില്ല, അത് പറ്റില്ല. അതെ. അപ്പൊ അത് വളരെ സൂപ്പറാണല്ലോ. അതെ, എപ്പോഴും കുറവ് സ്കോർ കൊടുക്കുന്ന ഒരാളാണ് റീലോഡ് മീഡിയ. പുള്ളി പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. 75 മേളിൽ കൊടുത്തിട്ടില്ല. പുള്ളി എത്ര കൊടുത്തത്? പുള്ളിയാണോ ഏറ്റവും കുറവ്? അല്ല, പുള്ളിയും സർപ്രൈസിംഗ്ലി നല്ല സ്കോർ കൊടുത്തു. 163. എന്ത് പറ്റി? അതെ, ഓക്കെ. നോക്കുമ്പോ എനിക്ക് തോന്നുന്നു പടം നല്ലതാണെന്ന് ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പൊ 2 പറഞ്ഞു കഴിയുമ്പോ. ബിക്കോസ് 163, 176 എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്കോർസ് ആണല്ലോ. അപ്പൊ ഗുഡ് സ്റ്റാർട്ട് അല്ലേ? പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തമിഴ് ടോക്കീസ്, തമിഴ് റിവ്യൂ ചെയ്യുന്ന ആൾക്കും റീലോഡ് മീഡിയക്കും ഒരു ബന്ധമുണ്ടെന്നാണല്ലോ, കണക്ഷൻ ഉണ്ടെന്നാണല്ലോ നമ്മൾ പറയാറ്. അവരുടെ റിവ്യൂസ് ഒരു സിമിലർ സ്റ്റൈലാണ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ തമിഴ് ടോക്കീസ് എത്ര കൊടുത്തിട്ടുണ്ട്? പറഞ്ഞത് കറക്റ്റ് 161. പുള്ളി 163, ഇങ്ങനെ 161. ഇവരുടെ രണ്ടുപേരുടെയും ഒരു വലിച്ചു കീറുന്ന സ്റ്റൈലാണ്, പക്ഷെ നല്ല റിവ്യൂ ആണ്. എല്ലാരും പറയുന്നത് ഒരു ടൈറ്റ് സ്ക്രിപ്റ്റ് ആണ്. പിന്നെ ആ സസ്പെൻസ് ക്ലൈമാക്സ് വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാരും പറയുന്നത് അതാണ്. പക്ഷെ ഞാൻ 2-3 പേര് പറയുന്നത് കേട്ടു, ആ ക്ലൈമാക്സിൽ ഒരു ഗുമ്മില്ലെന്ന്. അതിപ്പോ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുമ്പോൾ ക്ലൈമാക്സിന്റെ ലാസ്റ്റ് 5 മിനിറ്റ് ശരിയായില്ല, ഇന്റർവെല്ലിൽ പാർട്ട് ശരിയായില്ല, ഇന്റർവെല്ലിൽ കിക്കില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാണ്. നമ്മൾ നോക്കുന്നത് ഓവറോൾ എക്സ്പീരിയൻസ്. ഓക്കെ, സോഫാർ എല്ലാം 160ക്ക് അബവ് കിട്ടിയിട്ടുണ്ട്. 160ക്ക് താഴെ വല്ലവരും കൊടുത്തിട്ടുണ്ടോ? ഒരാൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വന്ന റിവ്യൂവിൽ ഒരാൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് റിവ്യൂ. ആരാണ്? ഉണ്ണി വ്ളോഗ്സിന് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്നാൽ പോലും അത്ര മോശം സ്കോർ അല്ല. ആണോ? അതെ.
അതെന്താണ് പുള്ളി പറയണത്? സെക്കൻഡ് ഹാഫ് നല്ലതാണ്, ഫസ്റ്റ് ഹാഫ് വെച്ച് ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ കുറച്ച് ഈസിലി തന്നെ, അതായത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെന്നൊക്കെയാണുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ആണോ? അതെ. അപ്പോൾ പുള്ളി കൊടുത്തത് ഒരു 137, നോട്ട് എ ബാഡ് സ്കോർ. കാണാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയാണ്. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പൊ നമ്മൾ ഒരു 5 പേരെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, നമ്മൾ 6-7 പേര് ചെയ്യുന്നതാണ് യൂഷ്വലി. അതേപോലെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ വേറെ വല്ലവരുടെ റിവ്യൂ ആഡ് ചെയ്യണം, നിങ്ങൾ റെഗുലറായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ അവരെയും നമുക്ക് റിവ്യൂ ചെയ്യാം. ബേസിക്കലി നിങ്ങൾ ഒരു കാര്യം മെയിൻറ്റെയിൻ വെച്ചാൽ മതി, ഏറ്റവും കൂടുതൽ വീഡിയോ, ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ. അപ്പോഴാണല്ലോ നമുക്ക് ആ സ്കോർ എടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ ആവറേജിലേക്ക് വരാം. സോ ബേസിക്കലി നമ്മൾ ഇവരുടെ എല്ലാവരുടെയും സ്കോർ എടുത്ത് ആവറേജ് ഔട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ സിനിമയ്ക്ക് എത്ര രൂപ വർത്ത് ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പൊ ആവറേജ് എത്ര വരുന്നുണ്ട്? ആവറേജ് വന്നത് 161. സൂപ്പർ. എന്തായാലും കാണണം, നാളെ തന്നെ പോകണം. ഓ, ഈ വീക്കെൻഡിന് നമ്മുടെ സജഷൻ വീക്ക് ഡേ എന്നായാലും പോയിക്കും. തലവനാണ് സജഷൻ. 6 കോടിക്ക് എടുത്ത് 70 കോടി സൂപ്പർ ബമ്പർ. പക്ഷെ 70 കോടിക്ക് എടുത്ത പടത്തിന് അത്ര റിവ്യൂ ഇല്ല. നിങ്ങൾ നമ്മുടെ പഴയ മമ്മൂക്കയുടെ ടർബോ സിനിമയുടെ ഈ ആവറേജിങ് സ്കോറിംഗ് നിങ്ങൾ കാണണം. ദിസ് ടൈം ആസിഫ് അലി ആൻഡ് വിജു മേനോൻ കോമ്പിനേഷൻ ആർ വിന്നിംഗ്.